സംഗമത്തിലേക്ക് ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ.പി. മുഹമ്മദ് അഷ്ഹർ സാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SSFന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വം, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന അധികാരി സുഹൃത്തുക്കൾ, കേരളത്തിൽ ദീർഘകാലമായി മലബാർ മേഖല ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ പ്രശ്നത്തിനെതിരെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നതാണ് ഈ സമരരംഗത്തേക്ക് SSFനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ നേരിടുന്ന അവഗണന അത് അവസാനിപ്പിക്കണമെന്ന് ദീർഘകാലമായി മലബാറിൽ നിന്ന് ഉറച്ച ശബ്ദങ്ങൾ കടന്നു വരുമ്പോൾ അതിന് മുഖം കൊടുക്കാതെ, ആ പ്രശ്നത്തെ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നൊരു സമീപനമാണ് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സ്ഥിതി തുടരാൻ അനുവദിക്കുകയില്ല എന്നാണ് ഈ മാർച്ച് അധികാരിവർഗത്തോട് ഉറക്കെ പറയുന്നത്. മലബാർ മേഖലയിൽ 59,000 വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ വിജയിച്ചതിന് ശേഷം +1 സീറ്റില്ലാതെ മാറി നിൽക്കുന്നത് എന്ന ദുരവസ്ഥ ഇവിടെ നമുക്ക് മുമ്പിലുണ്ട്. മലപ്പുറത്ത് മാത്രം 25,000-ലധികം വിദ്യാർത്ഥികൾ ആ ഒരു ഗതികേടിലാണ് എന്ന തിരിച്ചറിവ് എന്തുകൊണ്ട് ഗവൺമെൻറ്റിനുണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയോട് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഞങ്ങൾ തുറന്നു കാട്ടുകയാണ്. പ്ലസ് ടു വിജയിച്ചതിന് ശേഷം 85% വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിലുള്ള അവസരങ്ങളില്ലാതെ മലബാറിൻ്റെ മേഖലയിൽ ഗതികേടിലായിരിക്കുന്നു എന്ന കാഴ്ച എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നത്? ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വിദ്യാർത്ഥി ശബ്ദത്തെ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ പരിഹാരം ഗവൺമെൻറ് കാണേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ദീർഘകാലമായി തുടരുന്ന ഈ ദുർസ്ഥിതി അത് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുണ്ട്. കേരളത്തിലെ 17 സർവകലാശാലകളിൽ കേവലം 5 എണ്ണം മാത്രമാണ് ഈ മലബാറിൻ്റെ മേഖലയിലുള്ളത് എന്ന് പറയുമ്പോൾ, വിദ്യാഭ്യാസ പുരോഗതി നേടുന്ന കേരളം വിദ്യാഭ്യാസ രംഗത്ത് കുതിച്ചുയരുന്നു എന്ന് നാം പറയുന്ന ഇക്കാലത്ത് എന്തുകൊണ്ടാണ് ഈ മലബാർ മേഖലയോട് ഇങ്ങനെയുള്ള അവഗണന മാറി മാറി വരുന്ന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വിവേചനത്തിൻ്റെ കണക്ക് പുസ്തകങ്ങൾ ഈ നാടിനോട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെയുള്ള ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഗവൺമെൻറ് നിർവഹിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സമര പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് SSF. ഞങ്ങൾ ഇവിടെ ഉറച്ച ശബ്ദത്തോടു കൂടി പറയുന്നു, ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗവൺമെൻറ് സാധിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുക ചെയ്യും. SSF ഇതിനോടനുബന്ധിച്ചുകൊണ്ട് അധികാരികളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർക്ക് മുമ്പാകെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. അങ്ങനെ മലബാർ നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി അവതരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ കേവലം 20% വരുന്ന സീറ്റ് വർധനവ് സാധാരണ നടത്തുന്നത് പോലെ ആ ഒരു പ്രവർത്തനം മാത്രമാണ്, കേവലം ഗിമ്മിക്കുകൾ മാത്രമാണ് ഗവൺമെന്റിന് ഇത്തവണയും ചെയ്യാനായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളോട് ഗവൺമെന്റ് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഞങ്ങൾക്കിതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഈ സമരം ഇവിടെ അവസാനിക്കുകയില്ല. നാളെ കേരളത്തിൻ്റെ മുഴുവൻ തെരുവുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഒക്കെ അടക്കം ഞങ്ങൾ ഈ മാർച്ചും ഈ സമര പ്രവർത്തനങ്ങളും വികസിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഉറച്ചു പറയാനുള്ളത്, ഈ വിദ്യാർത്ഥി ശബ്ദത്തെ നിങ്ങൾ കൃത്യമായി ശ്രവിക്കുകയും ഈ വിദ്യാഭ്യാസ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഗവൺമെന്റ് ഉടനെ കാണണമെന്നുകൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.